എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിഷുഫലം വെച്ചുകൊണ്ട് നോക്കുന്നത് ഗോചരപ്രകാരം ഉച്ചാവസ്ഥയിൽ വരുന്ന 5-ാമത്തെ നക്ഷത്രമാണ്. അതുപ്രകാരം ഇവിടെ ഗ്രഹനിലകളുടെ അനുകൂല സ്ഥിതി കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശാഖം നക്ഷത്രം. ഈ വിശാഖം നക്ഷത്രത്തിൻ്റെ വിശദമായ വിഷുഫലങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് വിശാഖം നക്ഷത്രത്തിന് തത്തുല്യമായ പ്രത്യേകതകൾ ലഭിക്കാൻ പോകുന്ന ആ 8 നക്ഷത്രക്കാരെക്കുറിച്ച് ഒരു ചെറിയ സൂചന തരാം. ഇത് പറയാൻ കാരണം ഈ പറയാൻ പോകുന്ന 8 നക്ഷത്രക്കാരും നിങ്ങൾ വിശാഖ നക്ഷത്രക്കാർക്കും അനുജന്മ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ വിഷുഫലമായി നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടായിത്തീരുന്നത്. അതുപ്രകാരം ഈ വിശാഖം കൂടാതെയുള്ള ആ 8 നക്ഷത്രക്കാർ യഥാക്രമം അശ്വതി, രോഹിണി, മകം, ചിത്തിര, തൃക്കേട്ട, ഉത്രാടം, അവിട്ടം, രേവതി, ഇങ്ങനെയാണ് ആ 8 നക്ഷത്രക്കാർ. നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്ന് ചുരുക്കി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ 2026 വിഷു സംക്രമ ഗ്രഹനില പരിശോധിക്കുമ്പോൾ മിഥുനത്തിലെ വ്യാഴവും മീനത്തിലെ ശനിയും അതുപോലെ തന്നെ കുംഭത്തിലെ രാഹുവും ചേർന്ന് ഈ പറഞ്ഞ 8 നക്ഷത്രക്കാരടക്കം നിങ്ങൾ വിശാഖം കൂടി ചേർക്കുമ്പോൾ 9 നക്ഷത്രക്കാർക്ക് അവിശ്വസനീയമായ മാറ്റങ്ങളാണ് ഈ വിഷുഫലത്തിൻ്റെ ഭാഗമായി ഒരുക്കി വച്ചിരിക്കുന്നത്. പറയാൻ കാരണം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിശാഖ നക്ഷത്രക്കാരുടേതുപോലെ തന്നെ നിങ്ങൾ ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും അവിശ്വസനീയമായ ചില മേഖലകൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളർന്നു കിട്ടും, അല്ലെങ്കിൽ ഉണർന്നു കിട്ടും. അതിൽ പ്രധാനപ്പെട്ടത് സൗഹൃദം, സാമ്പത്തികം, നിങ്ങളുടെ കർമ്മമേഖല. ഈ 3 മേഖലയാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത്. അതായത് നിങ്ങൾ ഓരോരുത്തർക്കും എത്രത്തോളം ഉണ്ടാകുമെന്ന് വ്യക്തമായി ഇവിടെ പറയാൻ സാധിക്കില്ല. കാരണം അത് നിങ്ങളുടെ ആ മേഖലയിലുള്ള പ്രവർത്തന മികവ് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് അതിൽ നിന്നുള്ള ഗുണഫലങ്ങളും കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വസിദ്ധമായ കഴിവുകൾ കൂടി പരിഗണിച്ച് ഇതിൻ്റെ തോത് നിങ്ങളിൽ ഈ പറഞ്ഞ പോലെ അഭൂതപൂർവമായ ഒരു കുതിച്ചുചാട്ടത്തിന് ഈ പറഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ടും വഴിതെളിച്ചിരിക്കും. ഇത് പ്രത്യേകിച്ചും നിങ്ങൾ ഒരു സ്ഥിരവരുമാന ജോലിക്കാരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മമേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു ജോലി സ്ഥലത്ത് മറ്റുള്ള ആളുകളുടെ മേൽ ഒരു സമഗ്ര ആധിപത്യത്തിന് ഉറപ്പായിട്ടും വഴിയൊരുക്കും. അതുമാത്രവുമല്ല, വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലിട്ട് ആഗ്രഹിച്ച് നിങ്ങളങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു വീടെന്നോ സ്വപ്നത്തിനോ അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിക്കണം എന്ന ആ ഒരു ആഗ്രഹ സാഫല്യത്തിനോ ഈ വിഷുക്കാലം സാക്ഷ്യം വഹിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പറയാൻ കാരണം ഇവിടെ വിശാഖ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നത് പോലെ തന്നെ ബുധൻ്റെയും ചൊവ്വയുടെയും രാശിമാറ്റങ്ങൾ വഴി ഈ പറഞ്ഞ 8 നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ആശാവഹമായ പുരോഗതിയാണ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് വിശാഖ നക്ഷത്രക്കാരുടെ വിശദമായ വിഷുഫലങ്ങളിലേക്ക് കടന്നു പോകാം. നമ്മുടെ ഈ 2026 വിഷു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് വർഷം 2026 ഏപ്രിൽ മാസം 15-ാം തീയതി ബുധനാഴ്ച. ഇത് മലയാള വർഷത്തിൽ പറഞ്ഞാൽ 1201 ആണ്ട് മേടമാസം 2-ാം തീയതിയായിട്ട് വരും. അതായത് ഈ വിഷു സംക്രമം മുതൽ അടുത്ത വിഷു സംക്രമത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിത മാർഗമധ്യേ സംജാതമാകുന്ന അതിപ്രധാന വിഷയങ്ങളെക്കുറിച്ചും അതിൽ പരമപ്രധാനമായിട്ടുള്ള ചില സൂചനകളെക്കുറിച്ചും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തവും കൃത്യവുമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫലപ്രവചനങ്ങൾ അങ്ങോട്ട് കേട്ട് തീരുമ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതഗതി പ്ലാൻ ചെയ്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ആ ഒരു ആർജവം നിങ്ങളുടെ ഉള്ളിൽ സ്വയമേവ ഉണ്ടായിത്തീരും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി തയ്യാറാക്കിയ ഈ വിഷുഫലം കൃത്യമായ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തോടു കൂടിയാണ് ഇവിടെ നമ്മൾ ഗണിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വിഷു സംക്രമത്തിലെ ഗ്രഹനില വളരെ പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പറയാം. സൂര്യനും ശുക്രനും മേടം രാശിയിലും, വ്യാഴം മിഥുനം രാശിയിലും, കേതു കന്യരാശിയിലും, രാഹു കുംഭം രാശിയിലും, ബുധനും ചൊവ്വയും ശനിയും മീനം രാശിയിലുമാണ് ആ സമയത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ, ജ്യോതിഷത്തിൽ ദ്വിനക്ഷത്ര സ്വഭാവമുള്ള നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രമായ വിശാഖം നക്ഷത്രം. ഇതിൻ്റെ 3/4 ഭാഗവും തുലാം രാശിയിലും 1/4 ഭാഗം വൃശ്ചികൻ രാശിയിലുമാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിങ്ങളെ സവിശേഷമായി സ്വാധീനിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഈ 2026 വിഷു സംക്രമ സമയത്ത് നിങ്ങളുടെ നക്ഷത്രനാഥനായിട്ടുള്ള വ്യാഴം മിഥുനം രാശിയിൽ
ഓൾറെഡി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് നിങ്ങൾ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിന് തുല്യമാണ്. ഇതോടൊപ്പം ശനി മീനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു കന്നി രാശിയിലുമാണ് ഈ സമയത്ത് ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതനായി നിൽക്കുമ്പോൾ വിശാഖ നക്ഷത്രക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് കർമ്മരംഗത്തും സാമ്പത്തിക രംഗത്തും വലിയ കുതിച്ചുചാട്ടത്തിന് ഉറപ്പായിട്ടും വഴിയൊരുക്കും. ഇനി നമുക്ക് ഈ ഗ്രഹനില ഓരോ മേഖലയെയും എങ്ങനെ ബാധിക്കുമെന്നും ഒന്ന് നോക്കാം. ഒന്നാമത്തേത് നിങ്ങളുടെ പൊതുവായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, അതായത് ജനറൽ പ്രഡിക്ഷൻസ് എന്ന രീതിയിൽ പറയാൻ സാധിക്കും. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2026 വിഷുഫലം നിങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് അഭിവൃദ്ധിയുടെയും പ്രശസ്തിയുടെയും ഒരു വർഷം എന്ന നിലയിലാണ്. പറയാൻ കാരണം കഴിഞ്ഞ 2 വർഷമായി നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും സാമ്പത്തിക ഞെരുക്കത്തിനും ഈ വിഷുക്കണിയോടുകൂടി വിരാമമാകും. അതായത് സംക്രമത്തോടുകൂടി ഉറപ്പായിട്ടും വിരാമമാകും. മാത്രവുമല്ല മിഥുനത്തിലെ വ്യാഴം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മുടങ്ങിപ്പോയ പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ ഉറപ്പായിട്ടും സാധിക്കും. സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ലഭിക്കും. ആഗ്രഹിച്ച കാര്യങ്ങൾ വലിയ തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ പൂർത്തിയാക്കാനും ഈ വർഷം നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ പരിശ്രമത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു സുവർണ കാലഘട്ടമാണ്. നിങ്ങൾക്ക് ഓരോ മാസവും, അതായത് ഈ വരുന്ന ഏപ്രിൽ മാസം മുതൽ ഓരോ മാസവും ഇതിന് കൂടുതൽ മാറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇനി അടുത്ത് രണ്ടാമത്തേത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, അതായത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് ഒന്ന് നോക്കാം. ധനപരമായ കാര്യങ്ങളിൽ വ്യാഴത്തിൻ്റെ അനുകൂലമായ ഭാവം വിശാഖ നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകും. ധനലാഭം, ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം കയ്യിൽ വന്നു ചേരും. 2026 ഓഗസ്റ്റ് മാസത്തിന് ശേഷം ലോട്ടറി, ചിട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ധനപരമായിട്ടുള്ള മേഖലകളിൽ നിന്നും അല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ വൻതുക നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും. മാത്രമല്ല വരും കാലത്ത് വലിയ ലാഭം തരുന്ന നിക്ഷേപങ്ങൾ ഈ വർഷം നിങ്ങൾ നടത്തി വയ്ക്കാനും സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കടബാധ്യത, പഴയ കടങ്ങൾ തീർത്ത് ബാധ്യതകളിൽ നിന്നും മുക്തനാകാൻ ഈ ഗ്രഹനില നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും. അതിന് ശ്രദ്ധിക്കേണ്ടത്, പണം കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്ക് ഈ വർഷം ഉറപ്പായിട്ടും വേണം. അനാവശ്യമായി ആർക്കും ജാമ്യം നിൽക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തത് മൂന്നാമത്തേത് തൊഴിലും കരിയറും. കർമ്മരംഗത്ത് നിങ്ങൾ വിശാഖ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. പറയാൻ കാരണം ഇതിപ്പോൾ പറയുകയാണെങ്കിൽ പുതിയ ജോലി, ഉദ്യോഗം ആഗ്രഹിക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്ക്, അതായത് അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് ഇതുവരെ ഒന്നും കിട്ടാത്തവർക്ക് 2026 ഒക്ടോബറിന് മുൻപായി ഉന്നത ശമ്പളത്തോടു കൂടിയുള്ള ജോലി ഉറപ്പായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ ബിസിനസ്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് വിപുലീകരണത്തിന് ഏറ്റവും പറ്റിയൊരു അവസരമാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പുതിയ കരാറുകളിൽ ഒപ്പിടാനും വിദേശ കമ്പനികളുമായി സഹകരിക്കാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇനി മറ്റൊന്ന് നിങ്ങളുടെ സ്ഥാനക്കയറ്റം. സർക്കാർ സ്വകാര്യ മേഖലയിലുള്ളവർക്ക് അർഹമായ സ്ഥാനക്കയറ്റവും ആദരവും ലഭിക്കും. മാത്രവുമല്ല സഹപ്രവർത്തകർക്കിടയിൽ നിങ്ങളൊരു നേതാവായി ഉയർത്തപ്പെടും. അതുപോലെ തന്നെ വിദേശയാത്ര അല്ലെങ്കിൽ വിദേശത്തിപ്പോൾ ഓൾറെഡി ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, ഈ വിദേശത്ത് നിങ്ങളിപ്പോൾ താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, അതായത് പെർമനൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതിയോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങളോ ഈ വർഷം ഉറപ്പായിട്ടും ലഭിക്കും. ഇനി അടുത്തത് 4, നിങ്ങളുടെ കുടുംബം, വിവാഹം. കുടുംബജീവിതത്തിൽ അതിശയകരമായ മാറ്റങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതിൽ ഈ മംഗല്യഭാഗ്യം, വിവാഹം വൈകുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് ഈ വർഷം മാംഗല്യത്തിന് യോഗം വളരെ ശക്തമായിട്ടാണ് കാണുന്നത്. മാത്രവുമല്ല മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ തന്നെ നിങ്ങൾ കണ്ടെത്തുകയും അത് വിവാഹത്തിൽ പരിണമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങൾ
കുടുംബത്തിലെ മുതിർന്നവരുമായി നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരുമായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം അത് പരിപൂർണമായി മാറിക്കിട്ടും. മാത്രവുമല്ല, സഹോദരങ്ങളിൽ നിന്നും വലിയ പിന്തുണ ഈ വർഷം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാനിടയുള്ള പുതിയ വാർത്തകൾ, സന്താന ഭാഗ്യം, അതായത് വളരെ കാലമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, ഒരു ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരുന്നവർക്ക് ഈ വർഷം അതിനുള്ള ശുഭവാർത്തകൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വീട് പുതുക്കി പണിയാനോ അല്ലെങ്കിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാനുള്ള യോഗവും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്തത് അഞ്ചാമത്തേത് നിങ്ങളുടെ ആരോഗ്യം. ആരോഗ്യകാര്യത്തിൽ പൊതുവെ നല്ല സമയമായിട്ട് തന്നെ പറയേണ്ടി വരും. കാരണം മറ്റ് ദോഷങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ ശനിയുടെ മീനം രാശിയിലെ സ്ഥിതി കാരണം ഈ കാലുകൾക്കോ അല്ലെങ്കിൽ ഉദരത്തിനോ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് രോഗമായിട്ട് കണക്കാക്കേണ്ടതില്ല, ചില അസ്വസ്ഥതകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയേക്കാം. അപ്പോൾ നിങ്ങൾ ഭക്ഷണ കാര്യത്തിൽ മിതത്വം പാലിക്കുകയാണെങ്കിൽ ഏറെക്കുറെ നിങ്ങൾക്കിത് ഒഴിവാക്കി നിർത്താനും സാധിക്കും. മാത്രവുമല്ല, വ്യായാമം നിങ്ങൾ എല്ലാ ദിവസവും ശീലമാക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കൂടി ചുരുക്കി പറഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ വർഷക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ആ ഒരു രത്നം ചുരുക്കമായിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തത് ആറാമത്തേത് നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖല. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വർഷമാണ്. വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ ഏകാഗ്രതയും ഓർമ്മശക്തിയും ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും. പ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും സ്കോളർഷിപ്പുകൾ കരസ്ഥമാക്കാനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. മാത്രവുമല്ല, ഇതിൽ മുതിർന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഉപരിപഠനത്തിനായി മികച്ച യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് ഈ വർഷം ഉറപ്പായിട്ടും സാധിക്കും. ഇനി അടുത്തത് ഏഴാമത്തേത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വിശാഖ നക്ഷത്രക്കാർ ഈ വർഷം അമിതമായ ആത്മവിശ്വാസം കാരണം മറ്റുള്ളവരെ അതിരുകടന്ന് നിങ്ങൾ ഉപദേശിക്കാൻ തീർച്ചയായിട്ടും അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾ ഉറപ്പായിട്ടും ഒഴിവാക്കണം. കാരണം നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ഇത് ഇങ്ങനെ പോയാൽ ചിലപ്പോൾ ശത്രുക്കളെ ഉണ്ടാക്കാൻ, അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ ശത്രുക്കളെ ഉണ്ടാക്കാൻ അതൊരു കാരണമായേക്കാം. അതുപോലെ തന്നെ കുടുംബ രഹസ്യങ്ങൾ അത് സുഹൃത്തുക്കളോട് പോലും പങ്കുവെക്കാതിരിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ പണമിടപാടുകളിൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. അതിന് എട്ടാമത്തേത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ. വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മഞ്ഞപ്പൂക്കൾ കൊണ്ട്, വീട്ടിലാണെങ്കിൽ മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഭഗവാനെ അർച്ചന നടത്തുകയും ചെയ്യുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ മൂലമന്ത്രം ജപിക്കുന്നതും ഈ വ്യാഴാഴ്ച ദിവസം അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് തെളിക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി അത് കൂടുതൽ സ്ട്രെങ്ത് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിനോട് ചേർത്ത് ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കാനുള്ളത്, സാധുക്കളായവർക്ക് മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ വസ്ത്രമോ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ വിഷുഫലമായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ളത്. ഇനി ഉപസംഹാരം എന്ന രീതിയിൽ ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ഈ 2026 വിഷു വിശാഖ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ കവാടങ്ങളാണ് തുറക്കുന്നത്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈശ്വരൻ പ്രതിഫലം നൽകുന്നൊരു വർഷം ഈ വർഷമാണെന്ന് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് നിങ്ങൾ പരിപൂർണ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.